ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു മീൻകറി കൂടിയിട്ടുണ്ടാവില്ല. ഒരു 3 സ്പൂണ് എണ്ണ ഒഴിക്കുക. അതുപോലെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കഴിയുന്ന മൺചട്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മൺചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലത്. തീ അതിന് മാക്സിമത്തിൽ വയ്ക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 സ്പൂണ് ഉലുവ, 1/2 സ്പൂൺ മതി. കൂടുതലിട്ട് കഴിഞ്ഞാൽ കഴിക്കും. അപ്പം അതുകൊണ്ട് 1/2 സ്പൂണ് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 സ്പൂണ് കടുക്, അത് ഇവിടുത്തെ 1 സ്പൂൺ വന്നില്ല. അതുകൊണ്ടാണ് രണ്ടാമത് എടുത്തത് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 4 വെളുത്തുള്ളി എണ്ണി ചെറുതായിട്ട് ചോപ്പ്, ഒരു 1 ഇഞ്ച് കനമുള്ള ഇഞ്ചി ചോപ്പ്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ്. ഇത്രയും സാധനങ്ങളില്ല. കൂടെ ഒരു 2 ഇതള് വേപ്പില കൂടിയില്ല. ഒരു ഇതളിട്ടാൽ മതി. ഇത് ചെറിയ ഇതളായതുകൊണ്ടാണ് ഞാൻ 2 പറയാം. 2 ഇതള് വേപ്പില കൂടിയില്ല. ചെറുതായിട്ട് ഒന്ന് ഇളക്കാം. വേണമെങ്കിൽ വറ്റൽമുളക് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നിർബന്ധമില്ല, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞ്, ഞാൻ ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ള, വലിയ സവോളയല്ല. ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ള ക്ഷമയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ സവോളയേക്കാൾ വളരെ നല്ല ഒരു സാധനം ഈ ചെറിയ ഉള്ളിയാണ്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, പെട്ടെന്ന് വഴതി കിട്ടാനാണ്. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തുന്നവരെ വഴറ്റും. ഉള്ളി ഒരു മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഈ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. തക്കാളിയിൽ നിന്ന് വെള്ളവും ഇറങ്ങിക്കോളും. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു വയ്ക്കും. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കിയിരുന്നു. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒക്കെ തക്കാളി നിറഞ്ഞിട്ടുണ്ടാകും. ഇളക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ, അധികം പൊടികളൊന്നുമില്ല. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി സാധാരണത്തേക്കാൾ കുറച്ച് കൂടി നിൽക്കണം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക്. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1 സ്പൂൺ ഇട്ടാൽ മതി. പക്ഷെ അതിന് വലിയ ഒരു നിറം ഉണ്ടാകില്ല. നിറം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ 2 സ്പൂണൊക്കെ ഇടാം. 2 സ്പൂൺ വരെ ഇടാം. എന്നാൽ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന കറി വളരെ കുറച്ചാണ്, ചെറിയ അളവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അധികം ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇട്ട്. നിങ്ങൾ കൂടുതൽ കഷ്ണങ്ങളൊക്കെ എടുത്ത് കൂടുതൽ വിശാലമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്പൂൺ വരെ മുളക് പൊടി ഇടാം. പക്ഷെ മഞ്ഞൾപ്പൊടി ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ 1/2 സ്പൂൺ തന്നെ ഇട്ടാൽ മതി. ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു വാളംപുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുള്ളി 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കുറച്ച് നേരമായിട്ട് വെക്കുന്നതാണ്. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഈ പറഞ്ഞ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിങ്ങ ഞാൻ കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂണ് ഉപ്പും ഇട്ടിരുന്നു. എന്നിട്ടാണ് വെച്ചത്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഇളക്കുക. ഈ വെള്ളം തിളയ്ക്കാനായിട്ട് ഇത് അടച്ചു വയ്ക്കും. വെള്ളം തിളച്ചതിന് ശേഷം തുടരും. വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. എത്ര മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ വളരെ കുറച്ച് മീൻ കഷ്ണങ്ങൾ, 3 കഷ്ണമേ ഉള്ളൂ. അത് കേര മീനിൻ്റെ തലയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. തല കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ പറഞ്ഞ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആൾക്കാർ വളരെ കുറവാണ്, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ കറിയിടുന്നത്. മീൻ വെന്തുവട്ടെ, വീണ്ടും അടച്ചു വയ്ക്കുക. മീൻ വേവാൻ അധികം സമയം എടുക്കില്ല, വളരെ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് വേണം ഇതിലേക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു വിഭവം അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ മീൻ ഒരു വിധമായിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന ശേഷം ഒന്ന് ഇളക്കി നോക്കുക. കുറച്ച് വെള്ളം നമുക്ക് വറ്റിക്കാം, ഒന്നുകൂടി ഒന്ന് കുറുകി വേണം. അപ്പോൾ വെള്ളം വറ്റിക്കാനായിട്ട് നമ്മൾ തീ കുറച്ച് കൂട്ടി വെച്ചു. മീനൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഇനി ഇളക്കുന്ന സമയത്ത് ശക്തിയായിട്ട് ഇളക്കുക. ശക്തിയായി ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തിയായി ഇളക്കരുത്. വളരെ മെല്ലെ ശ്രദ്ധിച്ചു വേണം ഇളക്കാൻ. ഇത് ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. 1 സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇടുക. എരിവിഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇടണമെന്നില്ല, നിർബന്ധമുള്ള കാര്യമല്ല. ഇട്ടാൽ സ്വാദ് കൂടുതലാണ് എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കുക, അധികമൊന്നും വേണ്ട. ഇനിയാണ് നിങ്ങൾ തീരെ പരിചയമില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിക്കും. പാലൊഴിക്കും. ഒന്ന് ഇളക്കുക. നിങ്ങൾക്ക് മിൽമയുടെ പാലും ഇതാക്കാം. പാല് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് തിളപ്പിക്കരുത്. ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ചെറിയ ഇങ്ങനെ തരി പോലെ നിൽക്കും, ശ്രദ്ധിക്കേണ്ട. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തണുത്ത പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് അതേ രീതിയിൽ ഒഴിച്ചതാണ്. കുറച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ട് വേണം ശരിക്കും ഒഴിക്കാൻ. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നന്നായി. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മീൻ കറി, അല്ലെങ്കിൽ നമ്മുടെ മീൻ കറി റെഡിയായി. മീൻകറി
ചൂട് കൊടുക്കണേ ഉപയോഗിക്കരുത്. തണുത്ത് കഴിയുന്നതും നാളെ ആണ് മീൻകറി ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകും. ചൂട് കൊടുക്കണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മീൻകറി ടേസ്റ്റ് കുറവായിരിക്കും. മീൻകറി തണുക്കും തോറുമാണ്, ഇരിക്കും തോറുമാണ് കൂടുതൽ ടേസ്റ്റ് വരും.